ഈ ശിവകുമാർ മുമ്പോട്ട് വയ്ക്കുന്നത് വികസന നേട്ടങ്ങളാണ്. ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ, മറ്റിടത്ത് ക്രിക്കറ്റ് താരം എന്നുള്ളതും ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. താങ്കൾ എന്ത് കാര്യമായിരിക്കും മുമ്പോട്ട്? ഞാൻ ഇവിടെ 96 മുതൽ 2001 വരെ ഈ മണ്ഡലത്തിൻ്റെ പ്രധാന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം വെസ്റ്റിൻ്റെ MLA ആയിരുന്ന ഒരാളാണ്. താങ്കൾ നല്ല സുപരിചിതൻ തന്നെയാണ്. സുപരിചിതനെന്ന് മാത്രമല്ല, 96-2001 കാലഘട്ടത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു 10% വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാതെ കുറേ ഫ്ലക്സ് ബോർഡുകളിലുള്ള കുറേ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സീരിയസ് ആയിട്ട് പിന്നെ ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല. ഞാൻ പറയാം, ഞാൻ MLA ആയിട്ട് പോകുന്ന കാലഘട്ടത്തിൽ 84 ഏക്കർ സ്ഥലം വേളി ടൂറിസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കിന് വേണ്ടി 84 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് തറക്കല്ലിട്ടിട്ടാണ് പോയത്. ഇന്നും ആ 84 ഏക്കർ കാട് പിടിച്ച് കിടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ നഗരത്തിൻ്റെ തീരപ്രദേശമാണ് പൂന്തറ മുതൽ വേളി വരെയുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശത്ത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ LDFൻ്റെ കാലത്ത് 2 ഗവൺമെൻറ്റേയും LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുറേ പ്രദേശങ്ങളിൽ പുലിമുട്ടുകളിട്ട് കടലാക്രമണം തുടങ്ങിയത്. അന്നിട്ട പുലിമുട്ടുകൾക്കപ്പുറത്തേക്ക് ഒരു പുലിമുട്ട് പോലും ഇവിടെ MLA മാത്രമല്ല മന്ത്രിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഞാനിവിടെ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കുടിവെള്ള പ്രശ്നം ഇത്ര രൂക്ഷമല്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ മണ്ഡലത്തിലെ പകുതി പ്രദേശങ്ങളിൽ കുടിവെള്ളമേ കിട്ടുന്നില്ല. എന്ത് അടിസ്ഥാന പ്രശ്നമാണ് പരിഹരിച്ചത്? ഒരടിസ്ഥാന പ്രശ്നം പരിഹരിക്കാനായിട്ട് MLA എന്നുള്ള മന്ത്രി കൂടിയായ എൻ്റെ എതിരാളിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വെറും വികസനം ഫ്ലെക്സിൽ ഒതുങ്ങിയാൽ വികസനമാകില്ല. ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വികസനം ഒന്നുപോലും അദ്ദേഹത്തിന് എണ്ണി പറയാൻ കഴിയാത്ത വളരെ ദയനീയമായൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. തുടങ്ങി വെച്ച ചില പരിപാടികൾ തന്നെ. ഇപ്പോൾ അനന്തയുടെ അവസ്ഥ എന്താ? അനന്ത ഇവിടെ വന്നതോടുകൂടി ഇപ്പോൾ അത് വഴി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആമയിഴഞ്ചാൻ തോടൊക്കെ ഇപ്പോൾ മാലിന്യ കൂമ്പാരം അടിഞ്ഞു കിടക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് മെയ് ആയാലും ഇത് അവസാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അനന്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. അങ്ങേക്കറിയാം, തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഒന്നും പൂർത്തിയാക്കാതെ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി. അതിൻ്റെ അവസ്ഥ എന്താ? ഇന്നത് മാറാല പിടിച്ച് കിടക്കുകയാണ്, കോടികൾ മുടക്കിയ. ഇതാണോ വികസനം? എന്ത് വികസനം ഈ മണ്ഡലത്തിൽ നടത്തിയെന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയും? അപ്പോൾ ഒരു വികസനമല്ല, വികസനത്തിൻ്റെ പേരിൽ കുറേ ഫ്ലെക്സ് ബോർഡ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം അതല്ല. അവർക്ക് കുടിവെള്ളം കിട്ടണം, ഡ്രെയിനേജ് സംവിധാനം വേണം, മാലിന്യമില്ലാത്ത ഒരു നഗരമായി ഇതിനെ മാറ്റണം. ഇവിടെ അങ്ങനെക്കറിയാം, 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പുണ്ടായ നഗരമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി മാലിന്യം. ഈ മാലിന്യ സംസ്കരണത്തിന് MLA എന്ന നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നും തന്നെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നടപടിയും കൈക്കൊള്ളാതെ ഉറങ്ങി കയറുന്നൊരു മന്ത്രിയാണ് നമുക്ക് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കിട്ടിയത്. ഒരിക്കലേ താങ്കൾക്കിത് ഈ മണ്ഡലം സീറ്റ് തന്നതാണ് താങ്കൾക്ക്. പക്ഷേ ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് അത് കൈവിട്ടുപോയി. അത് സുരേന്ദ്രൻ പിള്ളയിലേക്ക് പോയി. ഇന്നിപ്പോൾ സുരേന്ദ്രൻ പിള്ളയ്ക്ക് കൈവരേണ്ട സീറ്റ് താങ്കൾ കൈയടക്കി. സുരേന്ദ്രൻ പിള്ളയ്ക്ക് ഈ സീറ്റിൽ യാതൊരു ക്ലെയിമും ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ക്ലെയിമിൻ്റെ അല്ല, സുരേന്ദ്രൻ പിള്ളയ്ക്ക് പാർട്ടി കൊടുത്തിരുന്നുവെങ്കിൽ അത്, പക്ഷേ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഈ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ LDF നിന്ന് അല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഞങ്ങൾ ഈ മുന്നണിയിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിലും ഈ സീറ്റ് സുരേന്ദ്രൻ പിള്ളയ്ക്ക് കിട്ടില്ലായിരുന്നു. അത് CPM എടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അതൊക്കെ വാർത്തകൾ വന്നതാണ്. അവർ ഡിസൈഡഡ് ആയിരുന്നു ഈ സീറ്റ് എടുക്കാൻ. ഇപ്പോൾ സുരേന്ദ്രൻ പിള്ളയ്ക്ക് ഒരു നഷ്ടമില്ല. ഇപ്പോൾ ലോട്ടറി അടിച്ചത് പണ്ട് 2006 പഠിച്ചു. എല്ലാവർക്കും എല്ലാ കാലത്തും ലോട്ടറി അടിക്കില്ലല്ലോ. പക്ഷെ താങ്കൾക്ക് എങ്ങനെയാണോ ഈ സീറ്റ് നഷ്ടമായത്, അതിൻ്റെ ഒരു കേസ്, ആ മറ ഇപ്പോഴും ഇവിടെ നിൽപ്പില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേസുകൾ എല്ലാവരുടെയും പേരിലുണ്ടോ? ഇവിടെ കേസില്ലാത്ത ഏത് സ്ഥാനാർത്ഥിയാണ് ഉള്ളത്? 10, 15, 20 കേസിൽ ഇപ്പോഴും ജാമ്യം എടുത്തുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചൊരു മജിസ്ട്രേറ്റ് കോടതിയിലൊരു കേസുണ്ട് എന്നുള്ളത് അതിൻ്റെ പേരിലല്ല ഞാൻ മാറിയത്. അതൊരു തെറ്റായ ധാരണയിൽ നടത്തിയ ചില ആളുകൾ നടത്തിയ ചില പ്രസ്താവനയുടെ പേരിൽ ഞാൻ തന്നെ ശരി അങ്ങനെ ഒരു പ്രസ്താവനകൾ വന്ന സ്ഥിതിക്ക് എന്നെ മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ സ്വയം മാറുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പേരിൽ ഞാനന്ന് സീറ്റിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും റിബലായി ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനോ, പാർട്ടി വിട്ടുപോയി മുന്നണി വിട്ടുപോയി വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനോ, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മത്സരിക്കാനോ ഒന്നും പോയില്ല. അന്ന് എൻ്റെ പാർട്ടിയിൽ ഞാൻ കൂടി പറഞ്ഞിട്ടാണ്, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിച്ചത്. ഞാൻ സുരേന്ദ്രൻപിള്ളയെ അന്ന് ജയിപ്പിക്കാനാണ് തയ്യാറായത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ സുരേന്ദ്രൻപിള്ള അടുത്ത ഇലക്ഷൻ മത്സരിച്ച് തോറ്റും പോയി. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. താങ്കൾക്ക് ഈ സീറ്റ് തരുന്നതിൽ VS എന്തെങ്കിലും അതൃപ്തി ഉണ്ട്? ഒരു അതൃപ്തിയും ഇല്ല. അദ്ദേഹത്തെ ഞാൻ കണ്ടതാണല്ലോ, ഞാൻ കണ്ട് സംസാരിച്ചതാണല്ലോ.
ആ പഴയ ഇത്രമൊക്കെ മാറി എന്നുള്ളതാണ്. പഴയ അദ്ദേഹത്തിന് എന്നോട് അങ്ങനെ വ്യക്തിപരമായ ആരോ എന്തോ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്തകളെന്ന് പുറപ്പെടുവിച്ചപ്പോൾ നടത്തിയൊരു പരാമർശമാണ്. പരാമർശം നടത്തിയപ്പോൾ ഞാൻ മാറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ അങ്ങനെ പോലും ഒരു 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 അസ്വസ്ഥത ആർക്കും ഉണ്ടാകണ്ട എന്നുകൊണ്ട് ഞാൻ സ്വയം പറയുന്നത്. പക്ഷേ സത്യം എന്നെങ്കിലും സത്യമായി വരുമെന്നുള്ളൊരു തെളിവാണ് ഞാൻ വീണ്ടും ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വന്നത്. ഈ വെള്ളാള മഹാസഭയ്ക്ക് ഏതാണ്ട് ഈ മണ്ഡലത്തിനകത്ത് 10,000-15,000 അകം വോട്ടുണ്ട്. ഉണ്ട്. അതാണ് സുരേന്ദ്രൻപിള്ള വളരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരു കാര്യം. അവരുടെ എതിർപ്പും ഉണ്ടായി സുരേന്ദ്രൻപിള്ളയ്ക്ക് ഈ സീറ്റ് കൊടുക്കാത്തതിൻ്റെ കാര്യം. ഈ വെള്ളാള മഹാസഭയുടെ വോട്ട് താങ്കൾക്ക് കിട്ടും? വെള്ളാള മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ആളാണ് ശ്രീ സുരേന്ദ്രൻപിള്ള. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ മാറ്റി പുനലൂർ മധുവിനെയാണ് പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വെള്ളാള സഭയായിട്ടുള്ള ബന്ധം നമുക്ക് നല്ലപോലെ അറിയാം. മാത്രമല്ല വെള്ളാള സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായിരുന്ന ഒരു വലിയ ശാലയിലെ ഒരു ബൂത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശ്രീ ശിവകുമാറും സുരേന്ദ്രൻപിള്ളയും മത്സരിച്ചപ്പോൾ അവിടെ സുരേന്ദ്രൻപിള്ളയേക്കാൾ കൂടുതൽ വോട്ട് ശിവകുമാറിനാണ് കിട്ടിയത്. അതുകൊണ്ട് വെള്ളാള സഭക്കാരൊന്നും അങ്ങനെ അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് രാഷ്ട്രീയ നിലപാടെടുക്കാൻ അറിയാം. സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വെള്ളാള സഭയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റപ്പെട്ട ഒരാളുടെ ആൾക്ക് വേണ്ടി അങ്ങനെ ഒരു വാദമുഖം ഉയർത്താൻ അവരാരും ഒരു പ്രസ്താവന പോലും അദ്ദേഹത്തിനുണ്ട് ഇറക്കിയതായി ഞാൻ കണ്ടില്ല.